ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓറൽ സെക്സിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ഓറൽ സെക്സിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ത്രീകൾക്ക് എങ്ങനെ പുരുഷനെ നല്ല ഒരു പ്രത്യേക രീതിയിൽ ഓറൽ സെക്സ് ചെയ്ത് കൊടുക്കാം, കൂടുതൽ ആസ്വാദികരമായ രീതിയിൽ സ്ത്രീകൾക്ക് എങ്ങനെ പുരുഷനെ ഓറൽ സെക്സ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ ഓറൽ സെക്സ് എന്ന് പറയുമ്പം ചില സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ വളരെ താല്പര്യമുള്ളവരാണ്. എന്നാൽ ചില സ്ത്രീകൾ അങ്ങനെയല്ല, ഈ ഓറൽ സെക്സിനോട് അത്ര വലിയ താല്പര്യം അവർക്ക് കാണത്തില്ല. പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്കിഷ്ടപ്പെടുന്ന ഒരു പുരുഷൻ, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് അവർക്ക് ആ പുരുഷൻ്റെ എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ പലർക്ക് സംശയം തോന്നാം, എന്തിനാ വെറുതെ ഓറൽ സെക്സ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, സാധാരണ അങ്ങ് സെക്സ് ചെയ്താൽ പോരെ. അപ്പം ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. നമ്മുടെ ലൈംഗികതയും നമ്മുടെ ആരോഗ്യം തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, അപ്പോൾ ഇതുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ലൈംഗികത എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു സ്ത്രീ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികത ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് സെക്സ് ചെയ്യുന്നു. അപ്പോൾ അവർക്കതിനകത്തൊരു വിരക്തി അല്ലെങ്കിൽ ഒരു മടുപ്പുണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. എപ്പോഴാണ് നമുക്ക് മടുപ്പുണ്ടാകുന്നത്? നമ്മളെപ്പോഴും ഒരേ രീതി അവലംബിക്കുമ്പോഴാണ് അതൊരു ചടങ്ങായിട്ടൊക്കെ മാറുന്നത്. ഇപ്പം നമ്മുടെ ഫാൻറ്റസിക്കകത്ത് നമ്മൾ പുതുമ കൊണ്ടുവരത്തില്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ആക്ഷൻസിനകത്തും നമ്മൾ പുതുമ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനൊരു വെറൈറ്റി കൊണ്ടുവരാനാണ് ഈ രീതിയിൽ ഓറൽ സെക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ, അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നൊരു ചാനലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എൻ്റെ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞൊരനുഭവമാണ്. അപ്പോൾ അവർ ആദ്യത്തെ ഒരു 2-3 വർഷം അവർ സെക്സ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിലുള്ള സെക്സാണ് അവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സാധാരണ എങ്ങനെയാണ് ഒരു സ്ത്രീ പുരുഷ സെക്സ് ചെയ്യുന്നത്, വലിയ വെറൈറ്റി ഒന്നുമില്ലാതെ ചെറിയ രീതിയിലൊരു വലിയ സമയമൊന്നും എടുക്കാതെ ഒരു ഫോർപ്ലേ ഒക്കെ ചെയ്ത്, വലിയ സമയമൊന്നും ഫോർപ്ലേക്കൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് അത് ചെയ്തങ്ങ് തീരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഡേ ആഫ്റ്റർ ഡേ ഇത് ചെയ്യുന്ന ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ബന്ധപ്പെടുന്ന ഗ്യാപ്പ് കൂടിക്കൂടി വന്നു. ആദ്യം ഒന്നിരാടം ചെയ്തുകൊണ്ടിരുന്നവർ പിന്നെ ആഴ്ചയിൽ ഒന്നായി, പിന്നെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്നായി, അങ്ങനെയൊക്കെ അങ്ങ് ആയിത്തീർന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹസ്ബൻഡിന് പെട്ടെന്ന് ഇറക്ഷൻ ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ ഇറക്ഷൻ ഒരുപാട് താമസം വരുന്നു. എന്നാൽ ഹസ്ബൻഡിന് മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ നല്ല ഇറക്ഷൻ വരുന്നുണ്ട്, പെട്ടെന്ന് ഇറക്ഷൻ ഉണ്ടാകുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, പുള്ളിക്ക് ഫിസിക്കലി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തോ ഇത് ചെയ്യുന്ന രീതിക്കുള്ള ഒരു മടുപ്പ് അല്ലെങ്കിൽ മാനസികമായിട്ടെന്തോ കാരണങ്ങളായിരിക്കാം ഈ ഇറക്ഷൻ ഇങ്ങനെ വൈകിക്കുന്നതിന് കാരണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനാണ് യഥാർത്ഥത്തിൽ പുള്ളിക്കാരി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഇറക്ഷൻ പ്രോബ്ലം. അപ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് ഈ വീഡിയോസൊക്കെ കാണുന്നൊരു കക്ഷിയാണ്. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും ഓറൽ സെക്സിന് ഒരുപാട് പ്രാധാന്യമുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഹസ്ബൻഡിനോട് നമ്മൾ സംസാരിച്ചപ്പം പുള്ളി പറയുന്നത്, ഇതിനിടയ്ക്ക് വൈഫിനെ പുള്ളി ഓറൽ സെക്സ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. എന്നാൽ വൈഫ് അന്ന് അതത്രയൊരു ഇൻട്രസ്റ്റ് അതിന് കാണിച്ചില്ല. അങ്ങനെ വൈഫിന് ഞാൻ 1-2 ടിപ്സ് പറഞ്ഞു കൊടുത്തു, ഇനി നിങ്ങൾ ചെയ്യുമ്പം ഈ രീതിയിലൊക്കെ ചെയ്യണം. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പം ഈ വൈഫ് വീണ്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്തു, എൻ്റെ അടുക്ക വന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പം ബന്ധപ്പെടലൊക്കെ എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയൊക്കെയുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചപ്പം പുള്ളിക്കാരി പറയാണ്, ഇപ്പോൾ ഒന്നിരാടം ദിവസം അവർ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ബന്ധപ്പെടാറുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ലാസ്റ്റ് എന്നാ ചെയ്തത്? അപ്പം പറഞ്ഞു, ഇന്നലെ ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം പുള്ളിക്കാരി പറയാണ്, അപ്പോൾ ഇപ്പോൾ അവർ വളരെ ഡ്രാമാറ്റിക്കായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ആദ്യമേ എല്ലാം റിമൂവ് ചെയ്തിട്ടൊക്കെയായിരുന്നു തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനല്ല, ഇപ്പം 1 by 1 ആയിട്ടാണ് ഓരോന്ന് റിമൂവ് ചെയ്യുന്നത്. പുരുഷനിങ്ങനെ കിടക്കുന്നു. അപ്പോൾ പുരുഷൻ്റെ ഷഡ്ഡി ഊരാതെ തന്നെ അവരതിൻ്റെ സാധനത്തിൻ്റെ പുറത്തിങ്ങനെ കിസ് ചെയ്യും.
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ അടിവസ്ത്രം ഊരുന്നതിന് മുമ്പ് തന്നെ പുരുഷൻ്റെ അടിവസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ ലിംഗത്തിൻ്റെ ഭാഗത്ത് കൂടുതൽ കിസ് ചെയ്യുകയും അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഉത്തേജനം വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫോർപ്ലേ ചെയ്യുമ്പം എപ്പോഴും അടിവസ്ത്രം ഇട്ടുകൊണ്ട് വേണം, കഴിയുന്നതും അടിവസ്ത്രം ഇട്ടുകൊണ്ട് വേണം ഫോർപ്ലേ ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇതിനകത്തൊട്ടും ധൃതി കാണിക്കരുത്. ലാസ്റ്റിൽ നമുക്ക് തന്നെ തോന്നും ഇതങ്ങ് ഊരി കളഞ്ഞാൽ അങ്ങ് കളയണമെന്ന്. അതിന് ശേഷം വേണം ഈ ഷഡ്ഡിയൊക്കെ ഊരിയിട്ട്. അപ്പോൾ ഓറൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഈ ഓറൽ ചെയ്യുമ്പം നാക്കിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നാക്കിനും അതുപോലെ തന്നെ അതിനകത്ത് കിസ്സിങ്ങിനും. യഥാർത്ഥത്തിൽ രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ ഒരുപാട് അടുപ്പം തോന്നുന്ന ഒരു പ്രവൃത്തിയാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് മാനസികമായിട്ട് പുരുഷന്മാർക്ക് ഒരു വല്ലാത്ത ഒരു അടുപ്പവും ഒരു അഭിനിവേശമൊക്കെ ഉണ്ടാവും. അപ്പം നാക്കുകൊണ്ടും ചുണ്ടുകൊണ്ടും ഒക്കെയുള്ള പരിപാടി കഴിഞ്ഞ് വേണം അത് വായ്ക്കുള്ളിലേക്ക് പൂർണ്ണമായും പ്രവേശിപ്പിക്കാൻ. അങ്ങനെ വായിലേക്ക് പ്രവേശിപ്പിച്ചാലും പിന്നെ അവരുടേതായ രീതിയിലുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ലൈംഗികത ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഇതിനകത്തൊരു മടുപ്പ് വരുന്നത് സ്വാഭാവികമാണ്. അപ്പം മടുപ്പ് വരുമ്പോൾ നമ്മൾ മറ്റുള്ള കാരണങ്ങൾ കണ്ടെത്തി അത് അല്ലെങ്കിൽ എന്നെ ഇഷ്ടക്കുറവുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ആകർഷണം കുറവായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കുറ്റം പറയുക, പുള്ളിക്കാരന് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ വൈഫിനെ കുറ്റം പറയുക, പിന്നെ വഴക്കിലോട്ട് പോവുക, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും എങ്ങനെ പുതുമയോടെ ലൈംഗികത ചെയ്യാമെന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ബെറ്ററായിട്ടുള്ളൊരു അനുഭവമായിരിക്കും നിങ്ങൾക്കത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, ലൈംഗികതയിൽ അതുപോലെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഫ്ലെക്സിബിളാകുക. ഏത് മാറ്റത്തെയും നമുക്ക് ഉൾക്കൊള്ളാനും ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുമുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, എനിക്കിങ്ങനെയൊക്കെ പറ്റൂ, നിങ്ങളൊക്കെ വേണേ എൻ്റെ രീതിക്കനുസരിച്ച് മാറിക്കോ, അങ്ങനൊന്നുമുള്ള ആ മനോഭാവങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മൾ മാക്സിമം ഫ്ലെക്സിബിളാകുക. ആ മനോഭാവമൊക്കെ വളരെ നെഗറ്റീവാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരാളെ പോലുള്ള അല്ല വേറൊരാൾ. അപ്പം നമ്മളെപ്പോലെ തന്നെ വേറൊരാൾ ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇതിനകത്തൊരു യുണീക്ക് ഫാക്ടറുണ്ട്. ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒട്ടും മുക്കാൽ പ്രശ്നവും രണ്ടുപേരും ഈക്വലായിട്ട് ഫ്ലെക്സിബിളായാൽ തീരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ പേഷ്യൻ്റ് അനുഭവം തന്നെ കണ്ടോ, ആദ്യം അവർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇത് ചെയ്യാൻ. പിന്നെ അവരാ കടുപിടുത്തമൊക്കെ മാറ്റി അത് ആ പുള്ളിക്കാരനുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പം പുതുമയെ ഉൾക്കൊള്ളാൻ കഴിയുക. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.